Hi everyone, this is Yabin Say from Evika. അങ്ങനെ നമ്മുടെ iOS 17.4.1ൻ്റെ ഒരു റിലീസ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്ബുക്കിലാണെങ്കിൽ ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ iTunes ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ iOS 17.4.1ൻ്റെ റിലീസ് വിത്ത് പുതിയ ബിൽഡ് നമ്പർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആ ഒരു അപ്ഡേഷൻ നമുക്ക് ഏകദേശം ഒരു 8 GB വരുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു OS ആ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാളിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫ്ലെഷ് ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ വീഡിയോയുടെ തുടക്കം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു അപ്ഡേഷൻ ഫോൺ വഴി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബിൽഡ് നമ്പർ നമ്മുടെ ഫോണിൽ കൂടെ നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായ iOS 17.4.1ൻ്റെ ആ ഒരു ബിൽഡ് നമ്പറാണ് ഇരിക്കുന്നത്. ഇവിടെ 21E236 എന്നാണ് ഇരിക്കുന്നത്. പക്ഷേ പുതിയ ബിൽഡ് നമ്പറിൽ ഈ ഒരു 21E237 എന്നുള്ള ആ ഒരു ബിൽഡ് നമ്പറാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഈ പറഞ്ഞ 14.1ൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് വന്ന അപ്ഡേറ്റിൽ നിന്ന് കുറച്ചും കൂടെ ബഗ്ഗുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിലും നമുക്ക് പുതിയ ഐപാഡിൻ്റെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ ആ ഒരു കോഡിങ്ങോ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ഐപാഡ്സ് ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിരിക്കുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേഷൻ അതായത് iOS 17.4.1ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ആപ്പിൾ റിലീസ് ചെയ്തത്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് രണ്ട് പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. കോർ മീഡിയയിലും അതേപോലെ വെബ് RTC എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ആപ്പിൾ ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മാക് റൂമേഴ്സിൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് ആപ്പിൾ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫിഷിംഗ് അറ്റാക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ റീസെൻ്റായിട്ട് നമ്മുടെ എല്ലാ ഐഫോണിലും എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കൊന്നും അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നില്ല. പക്ഷേ കുറേയധികം കൂട്ടർക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യട്ടെ എന്നാണ് കുറേയധികം പ്രോംപ്റ്റുകൾ നമുക്ക് അലവും ഡോണ്ട് അലവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 10-100 വട്ടം ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് ഈ പറഞ്ഞ പ്രോംപ്റ്റ് വരുന്നുണ്ട്. അതൊരു വലിയ ബഗ്ഗാണ് അല്ലെങ്കിൽ അത് വലിയൊരു സ്കാമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ മാക് റൂമേഴ്സിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആപ്പിൾ ഇതിനെപ്പറ്റി ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ബഗ്ഗും കൂടെ അല്ലെങ്കിൽ ഈ ഒരു ത്രെട്ടും കൂടെ ആപ്പിളിന് റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയായിരിക്കും ഈ ഒരു 17.4.1 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആപ്പിൾ ഒഫീഷ്യലി ഒന്നും കൂടെ ഞാൻ പറയാണ്, ഒന്നും ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ രണ്ട് ബഗ്ഗുകൾ മാത്രമാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിട്ട് ആസ് ഓഫ് നൗ ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ 2024 ജൂൺ 10 ആപ്പിളിൻ്റെ പുതിയ WWDC 2024 നമുക്ക് വരാൻ പോവുകയാണ്. നമുക്ക് ഈ ഒരു ഡെവലപ്പേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ടു കലണ്ടേഴ്സ് ഇടാം. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കലണ്ടറിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ ആപ്പിളിൻ്റെ ഡെവലപ്പേഴ്സ് ആപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്നും ഈ പറയുന്ന ഓപ്ഷൻസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു WWDC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് അപ്ഡേഷനിൽ iOS 17ൽ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും അതേപോലെ സ്വിഫ്റ്റ് ചലഞ്ചും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതേപോലെ കാണാനും പറ്റുന്നതാണ്. ഇനി iOS 17.5ൻ്റെ ബീറ്റ 1 എന്നാണ് റിലീസാണെന്ന് വെച്ചാൽ യൂഷ്വലി ആപ്പിൾ WWDC 2024 അല്ലെങ്കിൽ ഈ പറഞ്ഞ WW24ൻ്റെ അപ്ഡേഷന് ശേഷം പിറ്റേ ദിവസം തന്നെ പുതിയ അപ്ഡേഷൻ കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ഇയറും 16.5ൻ്റെ ബീറ്റ 1 ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണ് ലഭിച്ചത്. സോ മേ ബി നമുക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇന്ന് തന്നെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ
മോണ്ടി തേഴ്സ്ഡേയും അതേപോലെ ഗുഡ് ഫ്രൈഡേ ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒട്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേഷൻ, ബീറ്റ അപ്ഡേഷൻ നല്ല രീതിക്ക് താളം തെറ്റി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് ഓൺ ട്രാക്ക് വരുന്നാൽ മാത്രമാണ് ആ ഒരു അപ്ഡേഷൻ പ്രൊഡിക്ഷൻ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി പെർഫോമൻസും ബാക്കി കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഈ പറഞ്ഞ പെർഫോമൻസിലോ ബാക്കി കാര്യത്തിലോ വരുന്നില്ല. iOS 18 ഇനി ആപ്പിളിൻ്റെ ഫുൾ കോൺസെൻട്രേഷനും കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 17 അപ്ഡേഷനിൽ ഇനി വലിയ മാറ്റങ്ങളും അതേപോലെ ഫണ്ടമെൻ്റലായ ചേഞ്ചസും വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.4.1ൻ്റെ റിലീസിൽ പറയാനുള്ള പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ കാര്യം അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലും കൂടി ചെക്കൗട്ട് ചെയ്യാനാണ്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jay Bin Xavier signing from Evica.